ഹായ് എല്ലാവർക്കും ഹോം റേഞ്ച് ഫാക്ടറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ കമ്പനിയും മറ്റു വിവരങ്ങളും, എന്താണ് എൻ്റെ ഇവിടുത്തെ ജോലി, എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഒത്തിരി പേർക്ക് ഉപകാരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മളുടെ. ഒരുപാട് പേര് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു രൂപ പോലും നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടിട്ട് അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങളുടെ എൻക്വയറി വരുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സിനെ അറിയിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഡെയിലി ഏകദേശം 250 രൂപയോളം നിങ്ങൾക്ക് വരുമാനം കിട്ടും. മാസം ഒരു 6000-ന് മുകളിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അധികം കാലമായിട്ട് തുടങ്ങിയിട്ടില്ല, കുറച്ച് നാളായിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കമ്പനി എന്നും എന്താണ് കമ്പനി ചെയ്യുന്നതെന്നും എന്താണ് ജോലി എന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നല്ല, ഈ ലോകത്ത് എവിടെ പോയാലും ഏതൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും ഈ 3 കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കണം. ആ കമ്പനി എന്താണ് ചെയ്യുന്നത്, ആ കമ്പനി എന്താണെന്നും അതുപോലെ തന്നെ ആ കമ്പനിയിൽ എന്താണ് എൻ്റെ ജോലി, വിശദമായിട്ട് ഈ 3 കാര്യങ്ങൾ ഇവിടെ നിന്നല്ല ലോകത്ത് എവിടെയും ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചിരിക്കണം. ഓക്കെ, ഇത് ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ട ഒരു ബാധ്യത തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എന്താണ് കമ്പനി എന്നുള്ളത് നമ്മളൊന്ന് വിശദീകരിക്കുകയാണ്. ഇത് 2022 നമ്മൾ ഹോം റേഞ്ച് ഫാക്ടറിയുടെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ കുറച്ച് നാളുകളായിട്ടാണ്, ഏകദേശം ഒരു 5 മാസത്തിനിടയിലായിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് രംഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് കേരളത്തിലെ വീട്ടമ്മമാരാണ്, ഇതിൽ 99% വീട്ടമ്മമാരാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്തു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ചെറുകിട കമ്പനിക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെയുള്ള പോസ്റ്ററുകളും വീഡിയോകളൊക്കെ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് ഇതിനെ ഫോം ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ 14 ജില്ലകളിലുള്ള കുറേ വീട്ടമ്മമാരെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കമ്പനി ചെയ്യുന്നത്? ഓരോ കമ്പനിക്കും ഓരോ മൂല്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കമ്പനി എന്താണ് ചെയ്യുന്നത്? ഈ കമ്പനി ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് ചെറിയ അച്ചാർ ഉണ്ടാക്കുന്നവരും സോപ്പ് ഉണ്ടാക്കുന്നവരും എന്നാൽ വലിയ ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടാവാം. ഓക്കെ, എന്നാൽ ഇവരൊന്നും പരസ്യങ്ങൾ ചെയ്യാനായിട്ട് മടിക്കുകയാണ്. ഓക്കെ, ഏതൊരു ബിസിനസ്സിൻ്റെയും ഒരു കാതലെന്ന് പറയുന്നത് പരസ്യങ്ങൾ തന്നെയാണ്. അത് വീഡിയോ ആയിട്ടോ പോസ്റ്ററായിട്ടോ ഏതായാലും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. എന്നാലാണ് അവരുടെ ബിസിനസ് നിലനിന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പലപ്പോഴും പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടാവാം. എന്നാൽ അവർ ഇത്തരത്തിലുള്ള പോസ്റ്റർ ഉണ്ടാക്കുന്ന കമ്പനികളിൽ പോയിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ 300 മുതൽ 1500 രൂപയുടെ പാക്കേജുകളാണ് അവർ പറയുന്നത്. ഓക്കെ, അതൊരു കൊല്ലത്തേക്ക് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം, 3500 രൂപ വരും എന്നൊക്കെ പറയുമ്പോൾ, ഒരു ചെറിയ കാര്യത്തിന് ചെല്ലുമ്പോൾ ഇത്രയും വലിയ ഡിമാൻഡ് ചെയ്യുമ്പോൾ അവർക്കത് മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനമാണ്, ചുരുങ്ങിയ ചിലവിൽ ഒരു ഏകദേശം ഒരു 80 രൂപ നിരക്കിൽ നമുക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ വീഡിയോ തന്നെ നമുക്ക് 150 രൂപയിൽ നമുക്ക് അവരുടെ പ്രോഡക്റ്റ് വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്തായിരുന്നു ഇത്രയും നാൾ ഉറങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ കാരണം, വലിയ പ്രൈസ് ആയിരുന്നു മറ്റു കമ്പനിക്കാർ ചെയ്തിരുന്നത്. എന്നാൽ നമ്മളിവിടെ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 80 രൂപയ്ക്കാണ് പോസ്റ്റർ നിർമ്മിച്ചു കൊടുക്കുന്നത്, 150 രൂപ മുതലാണ് വീഡിയോകളും ചെയ്തു കൊടുക്കുന്നത്. ഈ വിവരങ്ങൾ ആണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താണ്, ചെറുകിട സംരംഭകരെ ഈ രീതിയിൽ അവരുടെ പരസ്യങ്ങൾ ഫേസ്ബുക്കിലും അവർക്ക് വാട്സപ്പിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുക്കുക. അതാണ് ഈ കമ്പനി ചെയ്തു വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമ്പനികൾ അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും അവർ മേടിക്കുന്ന വലിയ പ്രൈസുകൾ കാരണം അവർ പുറകോട്ട് പോവുകയാണ്. അതിന് പകരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് നിങ്ങളുടെ ജോലി എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തന്നെ പെയ്ഡ് ആക്ടിവിറ്റീസും അൺപെയ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട്. ഓക്കെ, പെയ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് പരസ്യം ചെയ്യുക. ഓക്കെ, അപ്പം ഞങ്ങൾ തുടക്ക സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നോ, പൈസ കൊടുത്തിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരുന്നത്. അന്നേരം ഞങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നു വരുമാനം കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്തായിരുന്നു ഓൺലൈനിൽ ഒരുപാട് ഫേക്ക്
പരിപാടികൾ നടക്കുന്നതായിട്ട് ഞങ്ങൾ നോട്ടീസ് ചെയ്തത്. ഓക്കെ, പലരുടെയും പൈസ അവർ മേടിച്ച് വെക്കുന്നു, അതിന് ശേഷം നിങ്ങൾ 10 ആൾക്കാരെ ചേർക്കാൻ പറയുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ. അതുപോലെ കണ്ടൻറ് റൈറ്റിംഗ് എന്നും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പൈസ പിള്ളേർ അങ്ങോട്ട് 1500 3000 ഒക്കെ കൊടുത്ത് പറ്റിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ തോന്നി എന്തുകൊണ്ട് ജെനുവിൻ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൂടാ. അതായത് 1 രൂപ പോലും ചിലവാക്കാതെ അവരുടെ ഒഴിവ് സമയങ്ങളിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റണം. ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോം വഴി ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അടുത്ത ഭാഗങ്ങളായിട്ട് പറഞ്ഞു തരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ച് തരികയും അതുവഴി നിങ്ങൾ പരസ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ക്യാഷ് കൊടുത്ത് ഇടാം. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഒരു മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഒരു 10 ആൾക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫേസ്ബുക്കിലും അവിടെയൊക്കെ നടക്കുന്ന ഓൺലൈൻ ഫ്രോഡുകളെ മാറ്റി നിർത്തിയിട്ട് നമ്മളുടെ നല്ല പ്രവർത്തികൾ ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ ജോലി സാധ്യതയുണ്ട്. ഒരുപാട്, ഇനി ലക്ഷമല്ല കോടിക്കണക്കിന് കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങൾ ഇവിടെ വന്നാൽ അവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്തിട്ട് എൻക്വയറികൾ കൊണ്ടുവരാം. എൻക്വയറി കൊണ്ടുവന്ന് കസ്റ്റമറോട് സംസാരിക്കാനോ പിടിക്കാനോ ഒന്നും നിങ്ങൾ പോവേണ്ട. ജസ്റ്റ് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. ഫേസ്ബുക്കാണ് ഞങ്ങൾ കൂടുതൽ പറയുന്നത്. ഓക്കെ, ആ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി, എൻക്വയറി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനെ മെസ്സേജ് ചെയ്യുക. മാഡം എനിക്ക് ഇങ്ങനെ ഒരു കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ വിവരങ്ങൾ മാനേജർ ഡീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ ക്യാഷ് മേടിച്ച് തരുന്നത്. ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ജോലിയെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഏതൊരു കമ്പനിയിലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നമ്മളുടെ 3 കാര്യങ്ങളൂടെ പറഞ്ഞു. എന്താണ് ഈ കമ്പനി? കേരളത്തിലുള്ള വീട്ടമ്മമാരുടെ ഒരു സംരംഭമാണ് അത്. ഓക്കെ, ഇതിന് MSMEയും അതുപോലെ തന്നെ ലൈസൻസുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനുണ്ട്. GST കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് കമ്പനി എന്താണ് ചെയ്യുന്നത്. കമ്പനിക്കൊരു ഉദ്ദേശം വേണം അല്ലേ? നല്ല കാര്യം ചെയ്യേണ്ട കമ്പനി. ആ കമ്പനി ചെയ്യുന്ന ഉദ്ദേശമാണ് നമുക്ക് ചുറ്റുവട്ടത്തുള്ള ചെറുകിട ബിസിനസ്സുകാരും വലിയ ബിസിനസ്സുകാരും വരട്ടെ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് അയർലൻഡിൽ നിന്നും അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ മാത്രമല്ല അപ്പർ ക്ലാസ്സിനെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കമ്പനിക്കാരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ്സുകളെ വളർത്താൻ വേണ്ടിയിട്ടാണ് പോസ്റ്ററുകളും വീഡിയോസും നിർമ്മിച്ചു കൊടുക്കുന്നത്. അത് ഇന്ന് ചുറ്റുവട്ടത്തുള്ള വലിയ കമ്പനികൾ മേടിക്കുന്നതിൽ നിന്ന് വളരെ തുച്ഛമായ പൈസയാണ് മേടിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങളുടെ ജോലി? നിങ്ങളിവിടെ വന്നിരുന്നിട്ട് ഒഴിവ് സമയത്ത് ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ എൻക്വയറി വരും. എൻക്വയറി സീനിയേഴ്സിന് അയച്ചു കൊടുത്തു നിങ്ങൾക്ക് വരുമാനം നേടാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ജോലി എന്നുള്ളത് ഒന്നും കൂടെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ വഴി ഞാനിവിടെ കാണിച്ചു തരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് നമ്പർ 1ൽ നമ്മൾ കാണുന്നു വീഡിയോ വഴി മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിപ്പിക്കുക. അതായത് നമ്മുടെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കുക. നിങ്ങൾ ഇത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ട പരസ്യം കണ്ടിട്ട് ആവശ്യമുള്ള കസ്റ്റമർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചോളും. നമ്മൾ അവരെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ഓക്കെ, അവരെന്തായാലും ഇങ്ങോട്ട് നമ്മളെ മെസ്സേജ് ചെയ്തോളും. ആ മെസ്സേജ് ചെയ്ത വിവരം 4ാമത്തെ പോയിന്റിലേക്ക് നോക്കുക. കസ്റ്റമർ കോൺടാക്ട് ചെയ്ത വിവരം എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ആരാണോ അവരെ അറിയിക്കുക. മാഡം എനിക്കിങ്ങനെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, കസ്റ്റമർ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അയച്ചു കൊടുത്താൽ അവരത് കസ്റ്റമറായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് അന്നാന്ന് തന്നെ വാങ്ങിത്തരും. ഈ ഒരു 5 പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 1ാമത്തെ പോയിൻ്റ് ഇവിടുത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് കാണണം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, തെറ്റായിട്ടൊന്നും ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ 2ാമത്തെ കാര്യം ഇത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു. അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് എൻക്വയറി വന്ന ആളുകളെ കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഒരു വെബ് ലിങ്ക്, ചിലപ്പോൾ ആൾക്കാർ സാമ്പിളുകൾ ചോദിക്കാം, നിങ്ങളിൽ എന്ത് സാമ്പിളാണ് ഉള്ളത്, നിങ്ങളിത് ജെനുവിൻ ആണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാമ്പിളുകൾ അയച്ചു കൊടുക്കണ്ടേ നമ്മൾ ചെയ്ത്. അങ്ങനെ ഇവിടെ 1000ഓളം വീഡിയോസും പോസ്റ്ററുകളും ചെയ്തതിൻ്റെ വെബ് ലിങ്ക് നമ്മുടെ കയ്യിലുണ്ട്. അതായത് പല കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ആ ലിങ്ക് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അതിൽ നിന്ന് അവർ കസ്റ്റമേഴ്സിനെ കണ്ടോട്ടെ. ഓക്കെ, അതുപോലെ തന്നെ
അടുത്ത സ്റ്റെപ്പാണ്, അതായത് ലാസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ഈ വിവരം നിങ്ങളുടെ മാനേജറിനെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ ഇതുവരെ നമ്മൾ ഒരു തിയററ്റിക്കൽ സൈഡാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്, ഇതെങ്ങനെ വർക്കൗട്ട് ആക്കിയെടുക്കാം, ഇതെങ്ങനെ എനിക്ക് എൻക്വയറി ആയിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് മാർക്കറ്റിങ്ങിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പ്രൊസീജിയർ നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ഇല്ലെങ്കിലും അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടെങ്കിലും ഈ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണിക്കാൻ സാധിക്കാത്തത്. ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ഭാഗത്ത് അപ്ഡേറ്റ് എന്നാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും അത് അപ്ഡേറ്റ് നിർബന്ധമായിട്ട് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ നോർമലി നിങ്ങൾ എടുക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് നിങ്ങളുടെ ഇതുവരെയുള്ള ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് എന്ന് പറയുന്നത്. ഈ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ വലത് വശത്ത് കേൾക്കുക, വലത് കൈയുടെ വലത് വശത്ത് നമ്മൾ എന്ത് ചെയ്യുന്നോ, ഒരു 3 വരയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു പ്രൊഫൈൽ പിക്ചറോ ഉണ്ടാവാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിലവിൽ എനിക്കിവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യുവർ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ഗ്രൂപ്പുകളില്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മാനേജർമാർക്ക് മെസ്സേജ് ചെയ്യുക, മാഡം ഗ്രൂപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പുകൾ ഏകദേശം 10-50ഓളം ഗ്രൂപ്പുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകൾ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ അയച്ചു തന്നതിന് ശേഷമുള്ള കുറച്ച് ഗ്രൂപ്പുകൾ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്കിലേക്ക് എല്ലാ ഗ്രൂപ്പുകൾ അയച്ചു തരുന്നത് നമ്മുടെ വാട്സപ്പിലേക്കാണ്. അപ്പോൾ നിങ്ങൾ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം മറ്റേ ഗ്രൂപ്പ് നിങ്ങളിൽ ഇല്ല എന്നായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വാട്സപ്പിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പുകൾ അയച്ചു തരും നമ്മുടെ മാനേജർമാർ. നിങ്ങളത് ആവശ്യപ്പെട്ടാൽ മാത്രമേ അയച്ചു തരുള്ളൂ, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പുകൾ കുറച്ച് നമുക്ക് മാനേജർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഗ്രൂപ്പിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജോയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ആയി. ഇനി അടുത്ത ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, അടുത്ത ഗ്രൂപ്പ് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ കൊടുത്ത ഗ്രൂപ്പാണോ നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമില്ലല്ലോ, ജോയിൻ ചെയ്ത ഗ്രൂപ്പല്ലേ. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഓർഡറിൽ വരണം. അപ്പോൾ എനിക്ക് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോളോ അപ്പിൽ വരാത്തത്. ഇപ്പോൾ ഇവിടെ കേരള വ്യാപാരം അതിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ചോദിക്കുന്നുണ്ട് ആർ യു ബിസിനസ് മാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ് എന്ന് കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ജില്ലയൊക്കെ ചോദിക്കുന്നുണ്ട്, അത് പെൻഡിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് ഇവിടെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാത്ത കാരണമായിരിക്കും. അത് ഫസ്റ്റിൽ കൊടുക്കേണ്ടതായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും. അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഗ്രൂപ്പും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളത് ഡിലീറ്റ് ചെയ്യുന്നു. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് ചെയ്യണത്. കാരണം 50ഓളം ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഗ്രൂപ്പ് ഇതേപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പോൾ അത് ജോയിൻ ഗ്രൂപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിലിപ്പോൾ ഓൾറെഡി ടെൻഷനൊന്നും ഇല്ലാണ്ട് ജോയിൻ ആയി. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ നേരെ വാട്സപ്പ് എടുത്തിട്ട് ഏതാണോ ജോയിൻ ചെയ്തത് അതെടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം അടുത്തത് എന്താണ് ചെയ്യേണ്ടത്,
അതാണ് നിങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഈ സ്ക്രീനിൻ്റെ താഴെ ഞാൻ എഴുതി തരാം. അതായത് നമ്മൾ ഒരു ഗ്രൂപ്പിൽ 20 ഒരു ദിവസം, ഓക്കെ, ഒരു ദിവസം ജസ്റ്റ് ശ്രദ്ധിക്കുക, ദിവസം 20 ഗ്രൂപ്പിനേക്കാളും ജോയിൻ ചെയ്യരുത്. ഓക്കെ, ഒരു ദിവസം 20 ഗ്രൂപ്പിനേക്കാളും കൂടുതൽ ജോയിൻ ചെയ്യരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം 20 ഗ്രൂപ്പിനേക്കാളും കൂടുതൽ ജോയിൻ ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് ഒരു സ്കാമറായിട്ടാണ് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. 24 മണിക്കൂർ നേരത്തേക്ക് ബ്ലോക്കൊക്കെ വരും. അപ്പോൾ ഒരു ദിവസം 20 ഗ്രൂപ്പേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ പ്രോസസ്സല്ല. നമുക്ക് എന്താണ് പ്രശ്നം, ഒരു ദിവസം 20 എണ്ണേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം 1, 2 നമ്മൾ മൊത്തം ഒരു 60ഓളം ഗ്രൂപ്പ് അയച്ചു തരുന്നുണ്ടെങ്കിൽ 3 ദിവസം നിങ്ങൾ ഗ്രൂപ്പ് ജോയിനിങ് മാത്രമാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, അപ്പോൾ ഒരു ദിവസം 20 എണ്ണം പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം 20 എണ്ണം, അടുത്ത ദിവസം 20 എണ്ണം, അടുത്ത ദിവസം അങ്ങനെ ഈ 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ആയി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം ചെയ്ത് നിങ്ങൾ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു തരും, ഇതേപോലെ ഇടാനുള്ള പോസ്റ്ററുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഈ പോസ്റ്ററുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ പോസ്റ്റർ ഒരു ഇൻഫർമേഷൻ പോസ്റ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയുള്ളത്. കാരണം കസ്റ്റമർ ഫസ്റ്റ് കാണുമ്പോൾ ഇതും അതിന് ശേഷം അവർ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് ചെയ്ത പോസ്റ്ററുകളാണ് അതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ പോസ്റ്ററുകൾ അയച്ചു തരുമ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ജസ്റ്റ് പിക്ചർ ഒന്ന് ഓപ്പൺ ചെയ്ത് 3 ഡോട്ട് എടുത്ത് സേവ് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത പിക്ചർ ഇതേപോലെ എടുത്ത് 3 ഡോട്ട് എടുത്ത് സേവ് കൊടുക്കണം. അതുപോലെ ഈ അയച്ചിരിക്കുന്ന ഓരോ ഫോട്ടോയും ഇതേപോലെ സ്ക്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വീണ്ടും പുറകോട്ട് പോയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്, 3 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. 3 ദിവസം കഴിയാതെ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളിവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് നമ്മൾ എടുക്കുകയാണ്. ഫേസ്ബുക്കിൻ്റെ ഞാൻ പറഞ്ഞു വലതുവശത്താണ് മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നത്. നമുക്കൊന്നുകൂടി മെയിൻ സ്ക്രീനിൽ വന്നിട്ട് അങ്ങോട്ട് പോവാം. ഇത് മെയിൻ സ്ക്രീനാണ്. ഇതിൻ്റെ വലതുവശത്ത് നമ്മുടെ 3 വരകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രൊഫൈൽ പിക്ചറിലോ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഏറ്റവും മുകളിൽ ഒരു കറുത്ത കളറിൽ ഒരാളിൻ്റെ ലോഗോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യുവർ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1 ഐറ്റം എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഇതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ആദ്യം 1, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാവുന്നതാണ്. ഓക്കെ, ഞാൻ മൊത്തം 6 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റേഷൻ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമർ നോക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ഈ പോസ്റ്റ് കാണുന്നു, രണ്ടാമത് ഈ പോസ്റ്റ് കാണുന്നു, 3 ഇത്, 4 ഇത്, 5 ഇത്, 6 ഇത്. ഓക്കെ, അപ്പോൾ അയാൾക്ക് എല്ലാ ഫോട്ടോസും കാണാൻ പറ്റുന്ന അയാൾക്ക് കാര്യം മനസ്സിലാവും, ഇതൊരു ജെനുവിൻ പ്ലാറ്റ്ഫോമാണ്, ഉഡായിപ്പൊന്നും അല്ല, ഒറിജിനലാണ് എന്നുള്ളത് ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ക്യാപ്ഷനുകളാണ്. ക്യാപ്ഷനുകൾ മിക്കവാറും നമ്മൾ ക്യാപ്ഷനുകൾ ചോദിച്ച് മേടിക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കലാപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഇടാൻ പോകുന്നൊരു ക്യാപ്ഷൻ ഇങ്ങനെയാണ്, 80 രൂപയ്ക്ക് അതിശയം. ഓക്കെ, 80 രൂപയ്ക്ക് അതിശയം, നിങ്ങൾ അറിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംഭവം എടുക്കാം. ഓക്കെ, അപ്പോൾ പ്രൈസിൻ്റെ സ്ഥാനത്ത് നമുക്ക് 80 തന്നെ കൊടുക്കാം. ഈ കാറ്റഗറിയുടെ സ്ഥാനത്ത് നമ്മൾ പൊതുവേ ഇതിനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ബുക്സ്, ഫിലിം, മ്യൂസിക് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലിടുന്നു. ഇനി കണ്ടീഷൻ എന്നുള്ളിടത്ത് സാധാരണ ന്യൂ ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ മലയാളികളൊക്കെ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും വായിച്ചൊന്നും നോക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ യൂസ്ഡ് ഗുഡ് എന്ന് കണ്ടാൽ അവർ അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ശരിക്കും ന്യൂ ആണ് കൊടുക്കേണ്ടത്. ന്യൂ എന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ മൈൻഡ് ചെയ്തൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് യൂസ്ഡ് ഗുഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരാളെങ്കിൽ ഫോറിനർ ആണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഞാൻ ഈ ചെയ്യുന്നതിന് സമ്മതിക്കില്ല.
ഓക്കെ, പക്ഷേ നമ്മുടെ മലയാളികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ്ഡ് ഗുഡാണ് കൊടുക്കുന്നത്. ഇനി ഡിസ്ക്രിപ്ഷൻ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മളുടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 100% നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം ലഭിക്കും. ഓക്കെ, ബിസിനസ്സിൽ വരുമാനം ലഭിക്കും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ചെറിയൊരു കോൺഫിഡൻസും കൂടെ കൊടുക്കുകയാണ് നമ്മൾക്ക്. ഓക്കെ, അപ്പോൾ 9747 സോറി എൻ്റെ നമ്പർ അടി 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഒരു 10 നമ്പർ അടിച്ചു എന്നിരിക്കാം. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണാം. എന്താണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് തന്നെ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തു. ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ മറക്കരുത്. ഇൻഫർമേഷൻ പോസ്റ്റ്, രണ്ടാമത് നമ്മുടെ ഡിസൈൻസ് വർക്കുകളൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് നിങ്ങൾ ക്ലയൻറ്റിൻ്റെ നമ്പറൊക്കെ മാറ്റി കൊടുക്കണം, നന്നായിരിക്കും. മാറ്റി കൊടുത്തില്ലെങ്കിൽ ഒന്നും ഉണ്ടാകാൻ പോകണില്ല. ഓക്കെ, 80 രൂപയ്ക്ക് അതിശയം നിങ്ങൾ അറിഞ്ഞില്ലേ? ഒരു ക്യാപ്ഷൻ കൊടുക്കുന്ന 80 രൂപ, കാറ്റഗറി കണ്ടീഷൻ യൂസ്ഡ് ഗുഡ്, ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതൊക്കെ ഒരെണ്ണം ഡിഫോൾട്ടായിട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി ലൊക്കേഷൻ വന്നിട്ട് ഇപ്പോൾ പാലക്കാടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിൽ പരസ്യം കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സജഷൻ ചെയ്യാനുള്ള ആലപ്പുഴ പോലെ അല്ലെങ്കിൽ കൊല്ലം പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും നല്ലതായിട്ട് എൻക്വയറി വരുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴ ടൈപ്പ് ചെയ്യുമ്പോൾ ആലപ്പുഴ എന്ന് താഴെ വരും. അല്ലാതെ നിങ്ങളിവിടെ ഗൂഗിൾ മാപ്പിലൊക്കെ ചെയ്യുന്ന പോലെ താഴെ നിങ്ങളായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആലപ്പുഴ എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് കൊല്ലം എന്നടിക്കുമ്പോൾ കൊല്ലം എന്നുള്ളൊരു ഹെഡിങ് വരുമ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ സെറ്റായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ ലിസ്റ്റ് ഇൻ മോർ പ്ലേസസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത് വെച്ച ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാം. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഒരു ദിവസം ഒരു 20 ഗ്രൂപ്പിലെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലിസ്റ്റ് ഇൻ യുവർ ഗ്രൂപ്പ് യു ക്യാൻ ലിസ്റ്റ് ഇൻ അപ് ടു 20 ഗ്രൂപ്പ്സ്. അതായത് 20 ഗ്രൂപ്പിൽ മാത്രമേ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇപ്പം ഞാനിപ്പോൾ 20 ഗ്രൂപ്പിൽ ടിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, 20 ഗ്രൂപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, കറക്റ്റ് 20 ആകുമ്പോൾ അവർ തന്നെ പറയും 20 എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രൂപ്പ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ തന്നെ ഗ്രൂപ്പുകൾ റെഡിയാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ടിക്ക് ചെയ്യുന്നു. ടിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുന്നു. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം നീല കളറിൽ വലതുവശത്ത് പബ്ലിഷ് എന്ന് പറഞ്ഞ് എഴുതിക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരസ്യം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, ഒരാളുടെ സഹായം വേണ്ട, ഈ പരസ്യം അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മെത്തേഡ് ഒന്നും കൂടെ നോക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒന്നും കൂടെ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് ഞാൻ വരാം. ഫേസ്ബുക്കിൻ്റെ ഹോം പേജിലേക്ക് വന്നു. ഇവിടെ നമ്മൾ വലതുവശത്ത് 3 വര അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രൊഫൈല്, ശേഷം മാർക്കറ്റ് പ്ലേസ്, അതിൻ്റെ മുകളിൽ കാറ്റഗറീസിൻ്റെ മുകളിൽ ഒരു കറുത്ത കളർ ആളിൻ്റെ ലോഗോ, അതിനുശേഷം യുവർ ലിസ്റ്റിംഗ് എടുക്കുന്നു. യുവർ ലിസ്റ്റിംഗ് എടുത്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ലിസ്റ്റിംഗ് എടുക്കുന്നു. 1 ഐറ്റം ക്ലിക്ക് ചെയ്യുന്നു. 1 ഐറ്റം ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഫോട്ടോസ് എടുക്കുന്നു. ആഡ് ഫോട്ടോസിൽ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ നമുക്ക് വാട്സപ്പിൽ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസ് അത് മറക്കരുത് സേവ് ചെയ്ത് വെക്കാനായിട്ട്. അതെന്താ ചെയ്താൽ നമ്മൾ കമ്പനിയിൽ നിന്ന് അയച്ചു തന്ന ഫോട്ടോസ് എടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇവിടേക്ക് വരില്ല. ഓക്കെ, മുകളിൽ 3 ഡോട്ട് എടുത്ത് സേവ് ചെയ്യുന്നു, അടുത്തടുത്ത് സേവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സേവ് ചെയ്തു നമ്മൾ. ഓക്കെ, സേവ് ചെയ്ത ഫോട്ടോസാണ് ഇവിടേക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഞാൻ വീണ്ടും സേവ് ചെയ്ത് കാരണം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതുണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 80 എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്കിത് സെലക്ട് ചെയ്തിടാം. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ടൈറ്റിൽ നമ്മൾ പറഞ്ഞു എന്താണ്, 80 രൂപയ്ക്ക് അതിശയം. ഓക്കെ, ഞാൻ ബാക്കി എഴുതുന്നില്ല. ഓക്കെ, ഇവിടെ പ്രൈസിൻ്റെ അവിടെ 80 എന്ന് കൊടുക്കുന്നു. കാറ്റഗറി നമുക്ക് ഇതിനായിട്ടൊരു സ്പെഷ്യൽ കാറ്റഗറി ഇല്ലാത്തത് കൊണ്ട് ബുക്സ് ആൻഡ് ഫിലിം മ്യൂസിക് കൊടുക്കുന്നു. കണ്ടീഷൻ ന്യൂ ആണ് കൊടുക്കേണ്ടത്, പക്ഷേ യൂസ്ഡ് ഗുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൂടുതൽ അറിയാൻ ഉടൻ വിളിക്കുക. ഓക്കെ, നമ്മൾ എത്ര നന്നായിട്ട് ചെയ്യുന്നോ നമുക്ക് വേണമെന്ന് വെച്ച് ചെയ്യില്ല, ഒരു കാര്യം വേണമെന്ന് വെച്ച് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ ചില കുട്ടികൾക്ക് ഇത്ര ക്ലാസ് എടുത്ത് കൊടുത്തിട്ടും അവരെന്താ ചെയ്യാറെന്നറിയോ,
കോൾ മീ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മളിത് കാണുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്, ഇംഗ്ലീഷുകാരൊന്നും അല്ല കാണുന്നത്. അപ്പോൾ അവരെ ഒരു ആകർഷിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ അറിയാൻ ഇത്തിരി ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി നമ്മൾ ഈ വിവേകത്തോടു കൂടി ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് എൻക്വയറി കൂടുതൽ അറിയാൻ നമ്മൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് നിങ്ങളുടെ നമ്പർ കൊടുക്കുക. ഇനി ലൊക്കേഷൻ എന്നുള്ളിടത്ത് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഏത് സ്ഥലമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ താഴെ റിസൾട്ട് വരുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ അവിടെ മാറി കിട്ടുന്നതായിരിക്കും. ശേഷം നമ്മൾ ലിസ്റ്റ് ഇൻ മോർ പ്ലേസസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ യു ക്യാൻ ലിസ്റ്റ് ഇൻ അപ് ടു 20 ഗ്രൂപ്പ്സ്, 20 ഗ്രൂപ്പ്സിനെ ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലർക്ക് സംശയം വരാം, നമ്മുടെ കയ്യിൽ പക്ഷെ 100 ഗ്രൂപ്പ് ഉണ്ടല്ലോ, പക്ഷെ ഒരു ദിവസം മാത്രമല്ലേ ഒരു ഗ്രൂപ്പിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. അതായത് നമുക്ക് 100 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യമാണ് പരസ്യമിടാൻ പാടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 20 ഗ്രൂപ്പ് വരെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 100 ഗ്രൂപ്പ് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ജോബ് ഗ്രൂപ്പിലാണ് നമ്മൾ അവസാനം ഇട്ടത് ജോബ് ഗ്രൂപ്പിലാണ് എന്ന് വിചാരിക്കാം. ജോബ് ഗ്രൂപ്പിലാണ് അവസാനം ഇട്ടത്. അത് നമ്മളൊന്ന് എഴുതി വയ്ക്കുക. അവസാനം ഇട്ട ഗ്രൂപ്പ് ജോബ് കേരള, എന്തെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 44.34K എന്നൊക്കെ എഴുതി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു ദിവസം തന്നെ നമുക്ക് 100 ഗ്രൂപ്പിലും പരസ്യം ഇടാം. അത്രയൊക്കെ ചെയ്താലാണ് നമുക്ക് ഡെയിലി എൻക്വയറികൾ വരിക. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് എൻക്വയറി ആവും. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം കേട്ടോ നമുക്ക് പറഞ്ഞത് 20 ഗ്രൂപ്പിൽ ഒരു ദിവസം ഇടാമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നത്, അതായത് നമുക്ക് പല ഗ്രൂപ്പുകളിൽ ഇടാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സെയിം പരസ്യം അല്ലെങ്കിൽ പരസ്യത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടോ, അപ്പോൾ ബാക്ക് അടിച്ച് പോയിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തിയത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഒന്നില്ല ക്യാപ്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയും കൂടി ആഡ് ചെയ്തിട്ടോ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുത്താം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ദിവസം കേട്ടോ, അപ്പോൾ ഇന്ന് 25/8 നമ്മൾ 20 ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടു. പക്ഷേ 100 ഗ്രൂപ്പ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാലക്കാട് ബൈ ആൻഡ് സെല്ല് മുതലാണ് അടുത്ത 20 തുടങ്ങുന്നത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് അടുത്ത 20 കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സംശയം നിങ്ങൾ എൻ്റെ ഇപ്പോൾ 20 കൂടി ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു ദിവസം 100 ഗ്രൂപ്പിൽ വരെ നമുക്ക് പരസ്യം ചെയ്യാം. പക്ഷേ ഇട്ട ഗ്രൂപ്പിൽ വീണ്ടും ഇടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇട്ടതിന് ശേഷം ഡൺ കൊടുക്കുന്നു. നമ്മൾ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പരസ്യം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാനിത് പബ്ലിഷ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. നിങ്ങൾ പബ്ലിഷ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു മിനിറ്റ്. അപ്പോൾ നമുക്കിവിടെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ കാണാം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വരുമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ പരസ്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി 2023 ശേഷം നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പിന് മേടിച്ചു. 2023 ശേഷം ഫേസ്ബുക്ക് വാട്സപ്പിന് മേടിച്ചപ്പോൾ ഇതേ ഓപ്ഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം, വാട്സപ്പിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളിത് അയച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അവർ അയച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതേ സിസ്റ്റം തന്നെ നമുക്ക് വാട്സപ്പ് വഴി ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോ. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ മഞ്ഞ പോസ്റ്റർ എടുക്കുന്നു. ഇത് ഒരിക്കലും ആദ്യം ചെയ്യരുത്. ആദ്യം അവിടെ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിനെയാണ് നിങ്ങൾ അറിയിക്കേണ്ടത് നിങ്ങളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. ഇതൊരു നിസ്സാര ജോബല്ല. ഇത് വളരെ വിജിലൻ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെറുതെ വലിച്ചു വാരി പോസ്റ്റർ ഇട്ടുകൊണ്ടൊന്നും എൻക്വയറി വരില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യണം. അതിനെയാണ് ഞാൻ ആദ്യം അത് കാണിച്ചു തന്നത്. എനിക്ക് വേണമെങ്കിൽ ആദ്യം ഇത് കാണിച്ചു തരാമായിരുന്നല്ലോ. പക്ഷേ ആദ്യം അത് കാണിച്ചു തന്നതിൻ്റെ അർത്ഥം അതിലാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഈ മെത്തേഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മഞ്ഞ പോസ്റ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വലതുവശത്ത് 3 ഡോട്ടിൽ മുകളിൽ ഷെയർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണും. ഐക്കൺ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണാത്തതെന്ന് മനസ്സിലാക്കണം. അവിടെ ആക്റ്റീവായ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ കാണുള്ളൂ. അതിൽ ഫേസ്ബുക്കിൻ്റെ യുവർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഗ്രൂപ്പുകളൊക്കെ ഇവിടെ കാണാം. അവിടെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും. എന്നാൽ ചിലരുടെ ഫോണുകളിൽ ഇങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മറ്റൊരു വീഡിയോ
നമ്മളുടെ മാനേജർ മാഡത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നതായിരിക്കും. ചിലർക്ക് ഈ ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കില്ല, അവർക്ക് വേറൊരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ OLX മണ്ണാർക്കാട് നേരത്തെ അത് വേറെ കാര്യം ശ്രദ്ധിക്കണം, അവിടെയും ഇവിടെയും ഗ്രൂപ്പുകൾ സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് റിപ്പീറ്റേഷൻ വരരുത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തു നിന്നുള്ള ഗ്രൂപ്പിലൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ കയറിയിട്ട് ഇതേപോലെ 10 എണ്ണമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇടാൻ പറ്റുന്ന എത്രയാണ്? അവിടെ 20 ആണെങ്കിൽ ഇവിടെ 10 ഇടാൻ സാധിക്കും. ഓക്കെ, 10 എന്ന് തോന്നുന്നു. ഓക്കെ, 10 ആയിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ് ഇവിടെ ഇടാനായിട്ട്. ഇത് വന്നു. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സേ സംതിങ് എന്നുള്ളിടത്തൊന്ന് ജസ്റ്റ് ഞെക്കിയതിന് ശേഷം അവിടെ നേരത്തെ പോലെ 80 രൂപയ്ക്ക് അതിശയെന്നോ അല്ല അങ്ങനത്തെ സംതിങ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ഞാൻ ടൈപ്പ് ചെയ്ത് നേരം കളയുന്നില്ല. 80 രൂപ അതിശയെന്നൊക്കെ പറഞ്ഞ് നല്ല ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ആഡ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും ബാക്കിയുള്ള ഫോട്ടോസ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ആഡ് മോട്ടോസ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും താഴെ ഒരു നീല കളറ് ഒരാളിൻ്റെ ലോഗോ കാണാം. അതിൽ കണ്ണടച്ചിട്ട് 5 പേരെ സെലക്ട് ചെയ്തിട്ട് ബാക്ക് അടിക്കുക. ഓക്കെ, അതിനുശേഷം ഈ സാധനം പോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ഗ്രൂപ്പിലേക്ക് ഈ പരസ്യം പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ 2 മെത്തേഡിലാണ് ഫേസ്ബുക്കിൽ പൈസ കൊടുക്കാതെ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ പല ആവർത്തി കാണുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു AI ഓട്ടോമേഷൻ സിസ്റ്റങ്ങളാണ് ഉള്ളത്. മാനുവലായിട്ടുള്ള മാനേജർമാർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ പല ആവർത്തികൾ കണ്ടുകൊണ്ട് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻക്വയറി വരുമ്പോൾ സീനിയേഴ്സിനെ അയക്കുക. സീനിയേഴ്സ് അതിനെ വെച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്കുള്ള പേയ്മെൻറ്റ് അപ്പോൾ തന്നെ തരുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഞങ്ങൾ പറഞ്ഞു ഇത് സ്ത്രീകളുടെ ഒരു സംരംഭമാണ്. നമുക്കിവിടെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വീക്കിലി നമ്മളൊരു സൺഡേ ഒരു കോമ്പറ്റീഷൻ പോലെ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ വിന്നറാവാം, ക്യാഷ് പ്രൈസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഗ്രൂപ്പിൽ ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളതൊക്കെ നമുക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ എല്ലാവരും അതേപോലെ തന്നെ എല്ലാവരുടെ വരുമാനം കിട്ടുന്നതിൻ്റെ തെളിവുകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഗ്രൂപ്പ് നല്ല ആക്റ്റീവാണ്. എല്ലാവരും വീട്ടമ്മമാർ കേരളത്തിലുള്ള 14 ജില്ലയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ല ഒരു അടിപൊളിയായിട്ട് നമുക്കിവിടെ ജോലി ചെയ്ത് പോകാം, ഒരു ടെൻഷനും ഇല്ല. പക്ഷേ കൃത്യമായിട്ട് വർക്ക് എന്താണെന്ന് പഠിച്ച് ഡെയിലി വരുമാനം ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ നല്ല കാര്യമായിട്ട് വരുള്ളൂ. പിന്നെ എന്തെങ്കിലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും സഹകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജോലി നിങ്ങൾക്ക് ഉപകാരമാവട്ടെ, വരുമാനങ്ങൾ നേടാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.